everyone, welcome back to Shiblaskitchen. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. എൻ്റെ ചെറിയ മോൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ കേട്ടാൽ ഇത് ചിരിക്കും കേട്ടോ. കഴിഞ്ഞ വർഷം നവംബർ 25 ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 3-4 മാസമായില്ലേ ഷൂട്ട് ചെയ്തിട്ട്. അപ്പം ഒരിക്കൽ ഡിലീറ്റ് ചെയ്ത് കളയാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ട, പിന്നെ ഞാനിതിൽ OTG ഓവനിൽ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സിക്കിൾസ്, പോപ്സ്, അതൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ പാർട്സ്, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമല്ല. കേക്കൊക്കെ ചെയ്യുന്ന കേക്കിൻ്റെ ഡെക്കറേഷൻസൊക്കെ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ, ബർത്ത്ഡേയുടെ തലേ ദിവസം രാത്രിയാണ്. അപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ മഞ്ചേശ്വരത്ത് യുണീക്ക് ഡെക്കർ എന്ന് പറഞ്ഞിട്ടുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഡെക്കറേഷൻസ് ആണ് അവരുടെ. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കുറവിൽ വരുന്ന ഡെക്കറേഷൻ ഏതാണോ അത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് സിൽവർ 3 കളറിൽ വരുന്ന ഡെക്കറേഷൻസ്. ബലൂൺസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ബലൂൺസ് കെട്ടാനായിട്ട് അവർ രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ബലൂൺസ് വെച്ചിട്ട് അവർ കെട്ടുന്നതും അതുപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്യുന്നതും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് പോലും അത് നോക്കി നിൽക്കാനായിട്ട് തോന്നും. അപ്പോൾ ഞങ്ങളൊക്കെ അതിങ്ങനെ നോക്കി നിന്നിട്ട് ഞങ്ങളുടെ സമയം ഫുള്ള് പോയി. ഇവരെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കേക്ക് ചെയ്തതും അങ്ങനെയൊക്കെ. കേക്ക് മാത്രമല്ല വേറെ കുറച്ച് പണിയുണ്ടായിരുന്നു, ക്ലീനിങ്ങിൻ്റെ അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്ക് പ്രിപ്പയർ ചെയ്തത് തന്നെ. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ചെയ്യുന്ന വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. കുറച്ച് പാർട്ട് ടയർ കയറ്റി വെക്കുന്നത്, അതുപോലെ തന്നെ ഡെക്കറേഷൻസ്, പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത്, OTG ഓവനിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ബലൂൺസ് എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേ ബലൂൺസ് മക്കൾ പൊട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ ബലൂൺസ് ഇങ്ങനെ സൈഡിൽ കെട്ടിക്കൊടുത്തിട്ട് രാത്രി കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷേ പകൽ ഞാൻ ആ ഒരു ഉദ്ദേശിച്ച ഭംഗി എനിക്ക് കിട്ടിയില്ല. അതിന് എൻ്റെ ഞങ്ങളുടെ ആ ഒരു ഹാളിൻ്റെ വെളിച്ചക്കുറവ് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഫോട്ടോ ഒന്നും അത്ര ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി നല്ല മാസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇവരെ വേണമെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ഉള്ളവർ, മഞ്ചേശ്വരം ഭാഗത്തുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡെക്കറേഷൻ അവർ ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് അവരോട് അന്വേഷിക്കാം കോസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഈ ഡെക്കറേഷൻസ് കഴിഞ്ഞിട്ട് ഞാൻ കേക്ക്, അതുപോലെ തന്നെ കേക്കിൻ്റെ പോപ്സ്, കേക്ക് സിക്കിൾസ്, ഹേർട്ട് സിക്കിൾസ്, ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോപ്സൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇൻഷാല്ലാ അതിനൊരു പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ രാത്രി ഉറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള പെപ്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. കേക്ക് ഏകദേശം ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ട് ഫിനിഷിങ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പം ഞാൻ ആ കേക്ക് ഒക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് പിറ്റേന്നാൾ രാവിലെയാണ് കേട്ടോ ഇത്. രാവിലെ എണീച്ച് വന്ന പാടെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും ഈ പോപ്സും ഇതുമൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ആദ്യം തന്നെ പോപ്സും സിക്കിൾസും ഹേർട്ട് സിക്കിൾസും എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് ഒരു ഫുള്ള് മെല്ലോ ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് OTG ഓവനിലാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ചോക്ലേറ്റ് റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് അല്ല. ഞാൻ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെക്കാറില്ല, ഞാൻ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഇത് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും കേട്ടോ. വലിയ പീസാക്കിയിട്ട് മെൽറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് മെൽറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടത്. അപ്പം ഞാനിതൊരു ഗ്ലാസ് ബൗളിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ബൗളിലോട്ടോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് OTG ഓവന് ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക കേട്ടോ. 5 മിനിറ്റ്സ് ബേക്ക് മോഡിൽ തന്നെ വെച്ചാൽ മതി. ബേക്ക് മോഡിൽ വെച്ചിട്ട് 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മൾ ഇത് കയറ്റി വെക്കുക. ഇത് കയറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് വെക്കണ്ട, ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ നല്ലതുപോലെ പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവനാണെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ചെറുതായിട്ട് മെൽറ്റായിട്ട് വന്നോളൂ. ഇതാ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓവന് തുറന്ന് നോക്കിയിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കി നോക്കുക. എന്നിട്ട് പകുതി മെൽറ്റായി കഴിഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റണം. ആ നോക്കിയിട്ട് പകുതി മെൽറ്റ് ആകുമ്പോൾ തന്നെ മാറ്റണം, ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഹാർഡായി പോകും.
അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഫുള്ളായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഓവനിൽ വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ചൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ബൗളിൻ്റെയും അതുപോലെ തന്നെ ആ ബാക്കിയുള്ള ചോക്ലേറ്റിൻ്റെയും ചൂടുകൊണ്ട് ഇത് ബാക്കിയെല്ലാം മെൽറ്റായിക്കോളും. ഈ നമ്മളിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇതാ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് മെൽറ്റായി വന്നിട്ടുള്ളത്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ കേക്ക് ചെയ്യുമ്പം ഒരു ഗ്ലാസ് ബൗളിൽ ഇട്ടിട്ട് ഓവനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് 1.5 മിനിറ്റ് കൂടിപ്പോയാൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ മെൽറ്റായി കിട്ടിക്കോളും. അപ്പം ഞാൻ കുറച്ച് ഇതിൽ നിന്ന് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇതിലോട്ട് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കളർ ചേർക്കാത്ത ക്രീം കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് ബ്ലൂ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ ചൂടോടെ ഉള്ള ചോക്ലേറ്റിലോട്ട് കളർ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ കളർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പോപ്സൊക്കെ ഞാൻ നൈറ്റ് തന്നെ റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ മുമ്പേ എടുത്തിട്ട് പുറത്ത് വെച്ചായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. നമ്മൾ ഫ്രിഡ്ജിൽ നല്ല കോൾഡോടെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ പൊട്ടിപ്പോകുന്നുണ്ട്. ഇത് തന്നെ അത്യാവശ്യം കോൾഡ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഓരോന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തണുപ്പിക്കാൻ പാടില്ല പോപ്സും സിക്കിൾസും ഒക്കെ. ഇപ്പോൾ ഒരുപാട് തണുപ്പിച്ച് കഴിഞ്ഞാലാണ് ക്രാക്ക് വീഴുന്നത്. ഇപ്പോൾ ഞാൻ ഈ പോപ്സൊക്കെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിക്കൊക്കെ നമുക്ക് ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ, ഈ സ്റ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പോപ്സിൻ്റെയും സിക്കിൾസിൻ്റെയും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോയിൽ ചെയ്തോളാം. അപ്പോൾ ഈ ഒരു പോപ്സൊക്കെ ഞാൻ ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്, വലിയ പണിയൊന്നുമില്ല. നമ്മൾ കേക്ക് സ്പോഞ്ച് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ട് കുഴച്ചിട്ട് ഷേപ്പാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സിക്കിൾസും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് സിക്കിൾസ് മൗൾഡിലല്ല റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, കൈ കൊണ്ട് തന്നെ റെഡിയാക്കിയതാണ് കേട്ടോ. ചെറിയ മൗൾഡ് ഉള്ളതിൻ്റെ വലിയ സിക്കിൾസിൻ്റെതാണ്. അപ്പം ഞാൻ കുറച്ച് ചെറിയ ചെറിയ സിക്കിൾസ് കൈ കൊണ്ട് തന്നെ റെഡിയാക്കി എടുത്തതായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിക്കിൾസും പോപ്സും ഒക്കെ അവിടെ ഞാൻ റെഡിയാക്കിയിട്ട് സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കേക്കിലോട്ട് വെക്കാനായിട്ട് ഫോണ്ടൻ്റാണിത്. ഫോണ്ടൻ്റ് ഞാൻ പരത്തിയെടുക്കുകയാണ്. കോൺഫ്ലോർ ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഞാൻ സ്റ്റാർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടല്ലോ കേക്ക്, കുറച്ച് സ്റ്റാർസ് വൈറ്റും ബ്ലൂയിലും കുറച്ച് സ്റ്റാർസ് ഫോണ്ടൻ്റ് ടോപ്പേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ CMC പൗഡറും കളറും ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ഫോണ്ടൻ്റാണ് കേട്ടോ. അപ്പോൾ 2-3 ഫോണ്ടൻ്റ് ഡെക്കറേഷൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ഫോണ്ടൻ്റ് എങ്ങനെയാണ് കളർ ചേർക്കുന്നത്, CMC പൗഡർ എങ്ങനെയാണ് ചേർക്കുന്നത് എന്നൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർക്ക് അത് പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പോപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റാർസും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോപ്സിൽ നമ്മൾ കുറച്ച് വൈറ്റ് ഗണേഷ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഗണേഷല്ല ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനിതിൽ കുറച്ച് ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണ്. ഇതിൽ ഫോണ്ടൻ്റ് സ്റ്റാർസ് വെക്കാനായിട്ട്. അപ്പോൾ ആ കേക്കിൽ വരുന്ന അതേ സെയിം സ്റ്റാർസ് തന്നെ പോപ്സിലും സിക്കിൾസിലും ഒക്കെ വെക്കാനായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഹേർട്ട് സിക്കിൾസും അതുപോലെ തന്നെ പോപ്പ് സിക്കിൾസും പോപ്സും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹേർട്ട് സിക്കിൾസ് തയ്യാറാക്കിയിട്ട് ഇതുപോലുള്ള ഒരു മൗൾഡിലാണ്, അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഫോണ്ടൻ്റ് സ്റ്റാർസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് നമ്മുടെ ഡസ്റ്റ് ഉണ്ടല്ലോ, സിൽവറും ഗോൾഡും 2 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗോൾഡൻ കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഒന്ന് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴത്തെ കേക്ക് ഞാൻ 10 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം 5 kg കേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാൻ.
അപ്പോൾ ഏറ്റവും താഴെ വരുന്നത് 2.5 കിലോവും അതിൻ്റെ മുകളിൽ വരുന്നത് 1.5 കിലോവുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും താഴത്തേത് 10 ഇഞ്ചിൻ്റെയിലും അതിൻ്റെ മുകളിലത്തേത് 7 ഇഞ്ചിൻ്റെയിലുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 1.5 അല്ല, 7 ഇഞ്ചിൻ്റെയിൽ ചെയ്തതിൽ 2 കേട്ടോ. 2ഉം 2.5യും പിന്നെ 1/2 kg അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു സിലിക്കോൺ ബ്രഷ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലേവർ ഈ ഒരു കേക്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് ടോഫി നട്ട്സ് ഫ്ലേവറാണ്. അപ്പോൾ വാൻചോഫി ഫ്ലേവറാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ടയർ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടയർ സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പം ചെറുതായിട്ടൊന്ന് കേക്ക് ക്രീമൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീണ്ടും ശരിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ബോർഡർ കൊടുക്കുന്നുണ്ട് 3 ടയറിലുമായിട്ട്. അപ്പോൾ ബോർഡർ കൊടുക്കുന്നത് നോസിലൊന്നും ഇടാണ്ട് ചെറിയൊരു ഹോള് ആക്കി കൊടുത്തതാണ്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഫോണ്ടൻറ്റ് ടോപ്പേഴ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഫോണ്ടൻറ്റ് ടോപ്പേഴ്സ് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ആ ഗോൾഡൻ കളർ കേക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിൽ തന്നെ മെൽറ്റ് ആവാത്ത നമുക്ക് എങ്ങനെയാണ് ഫോണ്ടൻറ്റ് ടോപ്പേഴ്സ് ഇതുപോലത്തെ ഒക്കെ ചെയ്യാന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. അപ്പോൾ ആവശ്യമുള്ളവർ ആ ഒരു വീഡിയോ പോയി കാണുക കേട്ടോ. ഈ ഒരു ഫോണ്ടൻറ്റ് ടോപ്പ് റെഡിയാക്കിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് സിൽവർ ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സ്റ്റാർസ്, വലിയതും ചെറിയതും ഒക്കെ ആയിട്ടുള്ള സ്റ്റാർസ് ബ്ലൂ കളറിലും വൈറ്റ് കളറിലും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കേക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ലാസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പം ഞാനത് കട്ട് ചെയ്യുന്ന സമയമാണ്, എന്നാലും ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ പിന്നെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ കേക്കിന് മൊത്തത്തിലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സിൽവർ ഡസ്റ്റ് മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊരു ഡിസൈനിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കേക്കിന് നല്ലൊരു ഷൈനിങ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ സിൽവർ ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിന് ഡ്രസ്സ് ഇടിക്കുകയാണ്. കുഞ്ഞ് നല്ല പോലെ കരയുന്നുണ്ട്. ഞാനല്ല കേട്ടോ ഇത് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്, എൻ്റെ കസിൻ്റെ മോളാണ് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞ് നല്ല രീതിയിൽ കരയുന്നത്, എന്നെ കണ്ടിട്ടാണ് കരയുന്നത്. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സമയമായി രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇവളുടെ കയ്യിൽ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോയി. പിന്നെ മറ്റു കുട്ടികളും ഉണ്ടല്ലോ, മൂത്ത കുട്ടികൾക്കും ഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സ് ചെയ്തു, അവരുടെയൊക്കെ തല ചീകി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽപ്പായി ഫുഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കുട്ടികളെ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ ഇവരൊക്കെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തത് കൊണ്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് ലാഭമായി കിട്ടി. അപ്പോൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം വിളമ്പുന്ന തിരക്കിലാണ്. അപ്പോൾ കുറച്ച് അപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തതാണ്. പുളിവാളം അതുപോലെ തന്നെ പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തതാണ്. പിന്നെ ബാക്കി കുറച്ച് ഇവിടെ ഉണ്ടാക്കി, കുറച്ച് ഓർഡർ ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡോണർ സ്റ്റാൻഡ് അതുപോലെ തന്നെ കപ്പ് കേക്ക് സ്റ്റാൻഡൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തന്നെ ടേബിളിൻ്റെ മേലെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഇത് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെൻറ്റിന് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ റെൻറ്റിൻ്റെ വേറെ പോയതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. അതുവരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഫോണ്ടൻ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദൂരെയൊക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഫോണ്ടൻ്റ് വെച്ച് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മെൽറ്റായി പോകും കേട്ടോ. അങ്ങനെ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഞാൻ കേക്ക് കറക്റ്റായിട്ട് പീസാക്കിയിട്ടൊക്കെ പ്ലേറ്റിലിട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഏതൊരു പാർട്ടി കഴിഞ്ഞെങ്കിലും നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാവരിലോട്ടും കേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ നിന്ന് പകുതിയും പോയി. പക്ഷെ നമ്മൾ ഓരോ ടയർ വീതം കട്ട് ചെയ്യണം. പിന്നെ ഫോട്ടോ എടുക്കാനുള്ളത് കൊണ്ടും ആണ്, എല്ലാവർക്കും കേക്കിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ളത് കൊണ്ടും ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് ഫുള്ള് കട്ട് ചെയ്തിട്ട് ആണ് പിന്നെ ഫ്രണ്ടിലോട്ട് വന്നത്. നമ്മളെപ്പോഴും കേക്ക് കട്ട് ചെയ്യേണ്ടത് ഓരോ ടയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഒരു പീസ് എടുത്തിട്ട് അതിനെ വീണ്ടും ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. കുറേ പേരുണ്ടെങ്കിൽ അങ്ങനെയാണ് കേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഒരാൾ വലിയ പീസ് എടുത്ത് കഴിച്ചു, കിട്ടാത്തവർക്ക് കിട്ടിയേ ഇല്ല, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കേക്ക് കിട്ടാണ്ടാവുന്നത്.
ഈ ഒരു ഫ്രെയിം ഞാൻ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇവിടെ എൻ്റെ ഒരു കസിന് ചെയ്യുന്നുണ്ട്, അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോയതിന് ശേഷം പിന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്. അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ മോളൊന്ന് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടോയ്സും കുറച്ച് ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. ഒരു 3 മാസം 4 മാസം മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. ഇത് എല്ലാവരും എന്ത് വിചാരിക്കുന്നു പോലും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അതായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.